മറിമായം. മാഹിനെ ഞാൻ എപ്പോഴേ വിളിക്കുന്ന ലോഡ് വന്ന് കിടക്കണ്. ഒന്ന് ഫോൺ എടുക്കട്ടെ. ആ ലോഡ് ഇറക്കണം. ഇല്ലില്ല, വണ്ടി എവിടെ വന്ന് കടനാളെ കിടക്കണ ലോഡ്. ആ നസീറിനെ കൂടെ കൂട്ട്. അവ പിന്നെ എങ്ങനെ പിടിച്ചേരോ എന്ന് പറഞ്ഞ എങ്ങനെ? ഞാൻ പറഞ്ഞതല്ലേ ലോഡ് ഉണ്ടെന്ന്. ആ ഞാനിപ്പോ വരും, ഇപ്പൊ വരും. നിങ്ങൾ കടയിലോട്ട് അവിടെ വന്നാ മതി കേട്ടാ. ഇതൊന്ന് പിടിച്ചേ. ആ കടയിലോട്ട് വന്നാ മതി. ഓ ശരി ശരി. നിങ്ങളിപ്പോ എന്തിനാ എന്റെ കൂടെ വന്നത്? നിങ്ങളിപ്പോ എന്തിനാ എന്റെ കൂടെ വന്നതെന്ന്? എന്താ പ്രശ്നം? ഒന്ന് സഹായിക്കാൻ വന്നൂടെ അങ്ങോട്ട്? എന്തിനാ ഈ കടയിൽ നിന്ന് ഇത്രയും സാധനം എടുക്കാൻ? രണ്ടാളത്തിനാണ്. അവിടെ ഒന്നാമത് സ്ഥലമില്ല, ഭയങ്കര തിരക്ക്. ഇവിടുന്ന് ഇങ്ങോട്ട് കേറ്റാൻ പറ്റാതെ ഞാൻ അവിടെ നിന്ന് കണ്ടായിരുന്നോ? പിന്നെ ഇത് ലോറിയല്ലേ. കാര്യത്തിന് ഉപകാരമില്ല. அண்ணாச்சி நீங்க என்ன வேலை காட்டியிருக்க? காலையில நான் உங்ககிட்ட பேசல, 2 லோடு வேணும், 1 லோடு காய், 1 லோடு பழம் வேணும்னு. நீங்க 1 லோடு காய் மட்டும் தான் அனுப்பியிருக்க. நான் இதெல்லாம் அப்படி வேண்டாம். ஓகே நாய். ഹലോ നമസ്കാരം. ഇതാണ് ചേട്ടൻ. ഓ ശരി, നമസ്കാരം. എന്റെ കൂടെ കോളേജിൽ പഠിച്ചതാ. അന്ന് ഒളിച്ചോടിയതാ, പിന്നെ ഇപ്പഴാ വന്നേ. നിന്റെ വിശേഷം വരെ ജോലി ചെയ്യുന്നുണ്ടോ? ഇത് തന്നെ. അതെന്താ പിന്നെ ജോലിക്കൊന്നും പോവാഞ്ഞ്? എന്ത് ചെയ്യുന്നു? ബിസിനസ്സാ. ചന്തയില് കൊലയുടെ ഹോൾസെയിലാ. നേന്ത്രക്കായ. ആഹാ, ബെസ്റ്റ് ആളെ കിട്ടിയല്ലോ. ഇവൾക്ക് നേന്ത്രപ്പഴം ഭയങ്കര ഇഷ്ടാ. ഞങ്ങള് 4-5 പേര് ഭയങ്കര കൂട്ടായിരുന്നു കേട്ടോ പഠിക്കുമ്പോ. കൊള്ളൂല, സവാള അഴുക്ക സവാള. എവിടെയാ പഠിച്ചതൊക്കെ? ഞാൻ ഇവിടെ ഗവൺമെന്റ് സ്കൂളിലെ 7 വരെ പോയി. പിന്നെ അച്ഛൻ്റെ കൂടെ കച്ചവടത്തിനിറങ്ങി. നമുക്കൊക്കെ അത് ചെയ്താൽ മതിയായിരുന്നു. എന്നാ നല്ല ബിസിനസ്മാൻ ആവാറുന്നു. കൊലക്കച്ചവടം എപ്പോ വേണേലും ചെയ്യാം, നല്ലതാണ്. ഒരു കട ഒഴിഞ്ഞ് കിടപ്പുണ്ട്. ഭയങ്കര തമാശയാ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ളതിനൊക്കെ തീറ്റി പോരണമെങ്കിൽ ഒരു 2 കടയിൽ. എന്ന് പിന്നെ വീട്ടിൽ കയറിയിട്ട് പോവാല്ലേ? ഇവിടെ അടുത്ത വീട് അന്നാ പോവല്ലേ? അതങ്ങനെ വീട്ടിൽ പോവും. പിന്നെ ലോഡ് ഇറക്കം പിന്നെ ആര് പോവും? അവിടെ ലോഡ് വന്ന് ഇറക്കല്ലേ പണ്ട്. അല്ല, ഇന്ന് നമുക്ക് സമയമില്ല. ഞങ്ങള് മൊത്തം കുറച്ച് ഓട്ടത്തില്ല. വെറുതെ അല്ല, ഞങ്ങള് ബാംഗ്ലൂരിന്ന് ഇനിയിപ്പോ ഇവിടെ സെറ്റിൽ ആവാനാ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് എന്ത് തോന്നുന്നത്? വരവ് കായാണ്. ശരി, ഇവരെ പറ്റിച്ചാണ്. നല്ല കായ ഞാൻ കൊടുത്തന, നമ്മളൊന്നും അവർക്ക് പറ്റില്ല. ഇതിങ്ങനെ കാണുമ്പോ തന്നെ മനസ്സിലാവോ നല്ലതാണോ ചീത്ത? അതൊക്കെ അറിയാൻ പറ്റും. അയ്യോ, ഒരു മിനിറ്റ്. നീയേ നിന്റെ നമ്പർ ഒന്ന് സേവ് ചെയ്തേ. വേറൊന്നുമല്ല, നമ്മുടെ ബാച്ചിന്റെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. കുറെ പേരുണ്ട്. ഞങ്ങള് തീരുമാനിച്ചിരിക്കുന്നത് നമ്മുടെ ഒരു റീയൂണിയൻ ആണ്. അയ്യോ വേണം, എല്ലാരെയും കാണണം. കുറെ പേരൊക്കെ കിട്ടിയിട്ടുണ്ട്, കുറച്ച് പേര് മിസ് ചെയ്യാം. നമ്മുടെ സത്യശീലിന്റെ നമ്പർ കിട്ടിയിട്ടില്ല. ഒരു 2 മിനിറ്റ് വിളിക്കാൻ. അപ്പോ എല്ലാരും കൂടി ഒന്ന് കൂടണമെന്നുണ്ട്. അതെ, ഇന്ന് തന്നെ ഞാൻ വാട്സാപ്പിൽ ആഡ് ചെയ്യും കേട്ടോ. കണ്ട ഇത് കണ്ട ഒരു ഉത്തരവാദിത്വമല്ല. പൈസ കൊടുത്ത് വാങ്ങിയ സാധനമാണ്. ഇപ്പൊ ഇതിവിടെ കളഞ്ഞിട്ട് പോയേനാ. ആ മറവി ഇപ്പോഴും വിട്ടിട്ടില്ല അല്ലേ? മറവി തന്നെ, ഫുൾ മറവിയാ. എന്തൊരാലോചനയാണ് നടക്കണെന്ന് അറിയില്ല. പോവാ കേട്ടോ. അപ്പൊ വരണട്ടോ. വിളിക്കണം. ഞാൻ സമാധാനമായിട്ട് വീട്ടിൽ എത്തിയാൽ ഉടനെ വിളിക്കാം. നീ ഇപ്പൊ തന്നെ മെസ്സേജ് ഇട്ടേക്കണം. മെസ്സേജ് ചെയ്യും, വാട്സാപ്പിൽ ആഡ് ചെയ്യും. നീ ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കണം. അവൾക്കൊരു മാറ്റമില്ലാട്ടോ. ഞാൻ ഇവളുടെ നമ്പർ തപ്പിക്കൊണ്ട് നടക്കുന്ന പുള്ളി ഇച്ചിരി ദേഷ്യക്കാരനാണോ? ശുദ്ധനാണ്. ഇതൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല എന്റെ മണ്ടു. എനിക്ക് ഷുഗറാ. അവളല്ലേ മധുരത്തിന്റെ ആള്, കഴിക്കട്ടെ. അത് പറയാൻ പറ്റില്ല. എനിക്ക് ഷുഗറും ഇല്ല, ഒന്നുമില്ല. വേണമെങ്കിൽ കഴിച്ചോ. എനിക്ക് വേണ്ട. എന്താ നമ്മുടെ പ്ലാനുള്ളത്? പറ, നിങ്ങളല്ലേ പറയണ്ടേ. എന്നാന്ന് ഇതിപ്പോ ആദ്യ മീറ്റിംഗ് നമുക്കിപ്പോ എത്തിപ്പെടാൻ പറ്റുന്ന ആളുകളെ മാത്രം വെച്ച്. അപ്പൊ അതെന്ന് നടത്താന്ന് തീരുമാനിക്കുക. മറ്റന്നാൾ നടത്തിയാലോ? എന്തായാലും കുഴപ്പമില്ല, ഞാൻ ഇവിടെ റെഡി ആയിട്ടിരിക്കാം. എനിക്ക് തോന്നണത് മാഷിനെ നമ്മൾ പോയി കാണണ്ടല്ലോ, സൂതമാഷിനെ. അപ്പൊ സൂതമാഷിനെ കണ്ടിട്ട്
മാഷിന്റെയും കൂടി ഒരു ഒഴിവ് അനുസരിച്ചിട്ട് നമുക്ക് തീരുമാനിക്കാം. ഇപ്പൊ അതൊക്കെ തീരുമാനിച്ചിട്ടും കാര്യമില്ലല്ലോ. എന്താ ഇനി ആൾക്കാരുടെ നമ്പർ കിട്ടാനുണ്ട്. നമ്പർ പറയുന്നത് സത്യശീലിന്റെ നമ്പർ കിട്ടിയിട്ടില്ല. ഫ്രാൻസിസ് രാഹി അശ്വിനി. അല്ലടി സത്യശീലിന്റെ നമ്പർ നിന്റെ ഇല്ല. എന്തേലും എവിടുന്നോ എന്തില്ലാതെ ഭയങ്കര അത്ഭുതാട്ടോ. അത് അത്ഭുതം തന്നെയാ. നിങ്ങളുടെ നമ്പർ എന്തേലും ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. അതേപോലെയാണോ സത്യശീലിന്റെ നമ്പർ നിന്റെ ഇല്ല? അതെ സത്യശീലി ലവ് ലെറ്റർ എഴുതിയത് ആരാ? പൊന്നു ആരാ പറ. എടി ആ ലവ് ലെറ്റർ വായിച്ചിട്ട് ഞാൻ ചിരിച്ചതിന് കണക്കില്ല. ഇപ്പോഴും ഓർക്കണ്ടേ ഞാൻ അതാ എഴുതിയത്. ഓ അല്ലൊക്കെ ഇവളിതൊക്കെ എന്നോട് വന്ന് പറയണ്ട് ഇഷ്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ലവ് ലെറ്റർ എഴുതിക്കോളെന്ന് ഞാൻ വിചാരിച്ചില്ല. നമ്മളെക്കാൾ വലിയ പ്രശ്നമുണ്ട കേസാണ് അറിയോ. ഇപ്പൊ എവിടെന്നെങ്കിലും കിട്ടുമല്ലോ, പുള്ളിയുടെ നമ്പർ കിട്ടും, നമ്മൾ ഒപ്പിക്കും. ഓക്കെ അത് കഴിഞ്ഞാ ഞാനും വിളിക്കൂല, ഇക്കായും വിളിക്കൂല. ആ മാഷോട് വിളിപ്പിക്കാം. എന്താ നീ വിളിക്കണം. ഞാൻ വിളിക്കില്ലേ? എന്താ ഞാൻ എന്തിനാ വിളിക്കണേ? എന്താ നീ വിളിച്ചെന്താ കുഴപ്പം? ഞാൻ എന്തിനാ വിളിക്കണേ? എല്ലാരും നിങ്ങളല്ലേ വിളിക്കണേ. അങ്ങോട്ട് അല്ല അതല്ല സത്യശീലിനെ നീ വിളിക്കും. അല്ല എടി അത് കേൾക്കുമ്പോ നീ വിളിക്കുമ്പോ ഒരു രസമാണത്. അത് പറയുമ്പോ ഇവളെന്തിനാ എത്ര നാണിക്കണേ? എനിക്ക് നാണുണ്ടോ? അപ്പൊ എന്താ പ്രശ്നം ഉണ്ട് കേട്ടോ അപ്പോഴും. അങ്ങനെ കേക്കണ്ട. ഉറപ്പ് എന്താ ഇവിടെ പ്രശ്നം വിളിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, എന്താ പ്രശ്നമുണ്ട്? ലോകത്ത് എവിടെ ഉണ്ടെങ്കിലും സത്യശീലൻ പറന്നു വരും. കണ്ടോ ചിരിക്കുന്നുണ്ടോ? മീറ്റിങ്ങിന് എത്തുമെന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ. എല്ലായിടത്തും തലയിറങ്ങി വീഴും. ഞാൻ എഴഞ്ഞാണെങ്കിലും മീറ്റിങ്ങിന് വരും. ആ വഴി അങ്ങോട്ട് പോണതാ. അതോ അത് ഹിമാലയത്തിലേക്ക്. ഇതൊക്കെയാണോ വീട്? ഉണ്ടാവില്ലേ? പക്ഷെ നമസ്കാരം. ആരാന്ന് അങ്ങോട്ട് മനസ്സിലായില്ല. ആ ശിഷ്യന്മാരാന്ന് മനസ്സിലായി. കോയലടാ. ഓ സമാധാനായി മാഷെ. നീ കോയലാണെങ്കിൽ ഇത് ശ്യാമണം. മാഷിനെ സമ്മതിച്ചു. മാഷിന്റെ ഓർമ്മശക്തി ഞാൻ സമ്മതിച്ചു. ഇത്രായിരം കുട്ടികളുടെ ഇടയിൽ നിന്ന് ഞങ്ങള് മനസ്സിലായല്ലോ മാഷ്. അത് ഇരിക്കും. ആരെ മറന്നാലും അന്നെ മറക്കാൻ പറ്റുമോ? ഭയങ്കര കുറുമ്പനാണേ. തനിക്ക് ഓർമ്മ ഉണ്ടാവും, ഞാൻ ക്ലാസ്സിൽ വരുന്നതിന്റെ മുമ്പ് എന്റെ ചിത്രം ഇങ്ങനെ മനോഹരമായിട്ട് വരച്ചിട്ട് ഹനുമാൻ സുഗതൻ എഴുതി വെച്ചത്. അയ്യോ മാഷ അത് അന്നത്തെ വരെ കുസൃതി. പക്ഷെ മാഷ് അതിനുശേഷം എന്നെ വഴക്കൊന്നും പറഞ്ഞില്ല. എനിക്കൊരു പുസ്തകം തന്നിട്ട് ഇനിയും ധാരാളം വരയ്ക്കണം എന്നാ പറഞ്ഞു. നല്ല കഴിവാ വരയ്ക്കാനുള്ളതേ. ഞാൻ അത് മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ. ഇപ്പോഴും വരയൊക്കെ ഉണ്ട് മാഷെ. എന്ത് പറയണു വിവാദ നായിക? വീടിനെയും നാടിനെയൊക്കെ വർപ്പിച്ചിട്ട് വിളിച്ചോന്റെ കൂടെ അങ്ങോട്ട് പോയതല്ലേ? കുടുംബത്തൊക്കെ കയറ്റുവപ്പോ? ഓ കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ എല്ലാം ക്ലിയർ ആയി. ഇവളുടെ ഒരു പ്രസംഗം കഴിഞ്ഞോടുകൂടെ എല്ലാം ക്ലിയർ ആയി. എന്ത് കുട്ടിയാ? അല്ല പ്രസവല്ല, പ്രസംഗം. ഇവള് വീട്ടിൽ പോയി ഒരു പ്രസംഗം നടത്തി. അല്ലെങ്കിൽ അവള് പിടിക്ക ആരെയും സംസാരിച്ച് എന്ത് വിഷയം ബോധ്യപ്പെടുത്താൻ സമർത്ഥയാണ് അവള്. അന്ന് ഇവളേനും കൂട്ടിട്ട് ഇയാള് ബാംഗ്ലൂർക്ക് നാട് വിട്ടൂന്ന് അറിഞ്ഞു. ഇപ്പൊ എവിടെ ബാംഗ്ലൂരിനെയാണോ അതോ? ബാംഗ്ലൂർ തന്നെയാണ് മാഷേ. ഇപ്പൊ ഞങ്ങള് ഒന്നിങ്ങോട്ട് സെറ്റിൽ ചെയ്യാന്ന് വിചാരിക്കുക. നന്നായി എന്തായാലും എന്നെ ഒന്ന് വന്ന് കാണാൻ തോന്നിയല്ലോ, സന്തോഷം. മാഷെ കുറിച്ച് ഞങ്ങള് പറയാത്ത ദിവസമില്ല മാഷ. മാഷെ ഞങ്ങള് വേറൊരു കാര്യം കൂടി പറയാൻ വേണ്ടിട്ടാ വന്നേ. ഞങ്ങളുടെ ആ ബാച്ചിലെ കുട്ടികളെല്ലാരും കൂടി ഒന്ന് കൂടണം എന്ന് വിചാരിച്ചിരിക്കുക. വേണം. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് ഞങ്ങളൊരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇത് ഈ വാട്സപ്പ് ഗ്രൂപ്പ്. ഓ അത് ഇന്നത്തെ കാലത്ത് ആവശ്യമാണല്ലോ, വാട്സപ്പും ഗ്രൂപ്പൊക്കെ. ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാവും, നല്ലതാ. അതിന് മുമ്പായിട്ട് ചെറിയൊരു ചർച്ചയും കാര്യങ്ങളൊക്കെ വേണം. കാര്യം പിള്ളേരൊക്കെ എവിടെയാണെന്നൊന്നും കൃത്യമായിട്ട് അറിയില്ല നമുക്ക്. അപ്പൊ അതിന് മുന്നോടിയായിട്ട് ഇപ്പൊ നിലവില് കാണാവുന്നവരെ വെച്ചൊരു മീറ്റിംഗ് കൂടണം എന്നൊരു ആഗ്രഹമുണ്ട് പക്ഷെ. അപ്പൊ മാഷും കൂടി അതിൽ പങ്കെടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചും കൂടി കുട്ടികളെ സംഘടിപ്പിക്കാൻ പറ്റും. ഓ തീർച്ചയായിട്ടും. അതിനെന്താ, എനിക്കും എന്റെ സ്റ്റുഡൻസിനെ ഒക്കെ ഒന്ന് കാണാലോ. അപ്പൊ എന്നാ മാഷിന്റെ നമ്പർ ഒന്ന് പറയോ? 97494844. ഞാൻ ബില്ലടിപ്പിച്ചിട്ടുണ്ടേ മാഷെ. അകത്തുണ്ടാവും, ഞാൻ എടുത്തു.
പക്ഷെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? പക്ഷെ ഞാനിങ്ങനെ എന്നൊന്നും ഇതിലെ ബന്ധപ്പെടില്ല. ഒഴിവൊക്കെയുള്ളപ്പോ നോക്കി എന്തെങ്കിലുമൊക്കെ. ശരി അപ്പൊ ഇറങ്ങിക്കോട്ടെ. അയ്യോ ഞാൻ കുടിക്കാൻ ചായ അയ്യോ ഒന്നും വേണ്ട, ഒന്നും വേണ്ട, ഒന്ന് കുറച്ച് പേരെ കൂടി ഒന്ന് കാണണം. ഇതൊക്കെയാണോ ഞങ്ങൾ അധ്യാപകർക്കുള്ള ഒരു സന്തോഷം? നമ്മളൊക്കെ ഇടയ്ക്ക് വരിക, കാണുക, നന്നായി വരും. ഇതൊക്കെ ഞങ്ങൾ എന്നും ഓർക്കുന്ന പക്ഷെ. ഓ സന്തോഷം. ശരി 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 പക്ഷെ. നീ കരയിലേട്ടാ, എനിക്ക് ആരുമില്ല സുഖേട്ടാ, എനിക്ക് ആരുമില്ല. എന്ന് കാര്യം പറയലാ. മണ്ടു ചേച്ചിയില്ലേ മുതലാളിയുടെ ഭാര്യ, കഴിഞ്ഞ ദിവസം അവര് പഴയ കൂട്ടുകാരനെയൊക്കെ കണ്ടുമുട്ടി. അപ്പൊ അവരെന്താണ്ട് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്ന് അടുത്ത ദിവസം കാണാൻ പോണെന്നൊക്കെ പറഞ്ഞു. അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഒളിച്ചോടി പോണം, എന്തൊക്കെയോ പറയണ്ട്. ഏട്ടാ അവളൊരു പഴയ കാമുകനുണ്ട് ആ കൂട്ടത്തില്. ഈ വാട്സപ്പ് ഗ്രൂപ്പ് കൊണ്ട് ചാറ്റി കുടുംബം കൊളാവുമല്ലോ. ഇത് കൊളായിട്ട് ഇങ്ങനെ വെറുതെ കരഞ്ഞു കൊളമൊക്കെയാണ് മൊത്തം. വീട്ടിൽ വരുമ്പോ അവള് ഫോൺ എടുത്ത് വെച്ചിട്ട് അവളോട് സൊള്ളിക്കൊണ്ടിരിക്കുക, മെസ്സേജ് അയച്ചിട്ട്. എന്നെ മൈൻഡില്ല, എന്നെ കെട്ടിയതാ എല്ലാം അവക്ക്. കൊച്ചെടുക്ക, നീ എത്ര കൊല്ല എന്നോട് നിക്കാൻ തുടങ്ങിയിട്ട്? ഞാനിപ്പോ 10 കൊല്ലമായില്ലേ? 12 കൊല്ലായി. 12. അറിയാമോ, അവളെ ഞാൻ പൂവമ്പഴം പോലെയാണ് ഞാൻ നോക്കണേ. അവളെ പക്ഷെ അവളെന്നെ വലിച്ചെറിഞ്ഞ് കളഞ്ഞ് പടുത്തൊലി പോലെ. അതൊക്കെ മുതലാളിയുടെ വെറും തോന്നുകയാണ് മുതലാളി. തോന്നലാ, എന്ത് തോന്നല്? മതി മുതലാളിക്ക് കൊടുത്തതൊക്കെ മതി. എനിക്ക് വേണം. മുതലാളി കുടിക്കണം, മുതലാളി കുടിക്കണ്ട. അതെ കഴിഞ്ഞു. എന്റെ ജീവിതം പോയിട്ടാ. മുതലാളി വിഷമിക്കല്ലേ? വിഷമിക്കല്ലാന്നേ. അങ്ങനെ എന്തേലും സംഭവിച്ചാണല്ലോ ഈ കായലിൽ അവസാനിപ്പിക്കല്ല ഞാൻ. നീ കായലിലെടുത്ത് ചാടി ജന്മം കളയല്ല വൻമുതാ. ഞാൻ ചാറുള്ള കാര്യമില്ലടോ. അവളെ രണ്ടിനെയും ചവിട്ടിക്കൊന്ന് ഈ കായലിൽ താക്കും. ചേട്ടാ ഇവനോ എനിക്ക് പറഞ്ഞോട് വേണം. മുതലാളി കഴിച്ചു കഴിക്കണ്ട. മതി. ഇത് നിന്റെ ആരാ? മുതലാളി. മുതലാളിയാണോ? ആ മുതലാളിയുടെ ദുഃഖം ഇത് തീർക്കാൻ എനിക്കാദ്യം എന്റെ വിഷമത്തിൽ കൊടുക്കട്ടെ, എന്നിട്ട് മതി. മുതലാളി കുടിക്കാൻ മതി. മതി ആവശ്യത്തിന് കഴിച്ചിട്ടുണ്ട്. വാട്സാപ്പ് കണ്ടുപിടിച്ചു വീട്ടിൽ പോ. മതി വെറുതെ ഇരുന്ന് വെച്ചാൽ ആളെ കൊണ്ടുവന്ന് കുടിപ്പിച്ചിട്ട് നിങ്ങൾക്ക് വേറെ പണിയൊന്നും ചോദിച്ചോരെ. മറ്റൊന്നുണ്ടല്ലോ, അവരെല്ലാരും ഒത്തുകൂടുന്നുണ്ട് എന്റെ ഭാര്യയുടെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിട്ട്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു അന്നെല്ലാം അവസാനിക്കും, അല്ലെങ്കിൽ മന്മത അവസാനിപ്പിക്കും. കർക്കിടക ചികിത്സാലയത്തിലേക്ക് സ്വാഗതം. അതെ, അവിടെ ഈ ഉഴിച്ചില് ഉണ്ടല്ലോ സാർ. ഉണ്ടല്ലോ സാർ. പിന്നെ ഈ കർക്കിടക ചികിത്സ നടക്കണ്ട അവിടെ? ഉണ്ടല്ലോ, അതാണല്ലോ കർക്കിടക ചികിത്സാലയം. താങ്കൾക്ക് എന്ത് തരം സേവനമാണ് ആവശ്യമായിട്ടുള്ളത്? അതെ, ഞാനിപ്പോ ഇവിടെ ദുബായിലാണേ. അപ്പൊ ഞാന് പിന്നെ ഓണം കഴിഞ്ഞിട്ടേ പറയുള്ളൂ. അപ്പൊ ഈ ഓണം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് എനിക്ക് കർക്കിടക ചികിത്സ ഒന്ന് ചെയ്തു തരാൻ പറ്റുമോ? സാർ ഒന്ന് ഇങ്ങോട്ട് വന്ന് കിട്ടിയാൽ മതി. കർക്കിടക ചികിത്സയൊക്കെ നല്ല വൃത്തിയായിട്ട് ഞങ്ങൾ ചെയ്തു തരും. അപ്പൊ ഇത് കർക്കിടകത്തിൽ വേണമെന്നില്ല, എപ്പോ വേണമെങ്കിലും ചെയ്യാല്ലേ? സാറിന്റെ സൗകര്യാർത്ഥം വേണമെങ്കിൽ 1 മാസം നമുക്ക് നീട്ടിവെക്കാം. എന്താ പേര്? മണ്ടോദരി. വാട്സാപ്പിലുണ്ടോ? ഇല്ല സാർ. ശരി എന്നാ. ഒരുപാട് നന്ദി സാർ. ഹലോ, ഹായ്, നമസ്കാരം. ഗുഡ് മോർണിംഗ്. കർക്കിടക ചികിത്സാലയത്തിലേക്ക് സ്വാഗതം. ഇരുന്നാൽ. താങ്ക് യു, നൈസ് മീറ്റ് യു. താങ്കൾക്ക് ഏത് തരം സേവനമാണ് ആവശ്യമായിട്ടുള്ളത്? ആക്ച്വലി വി വുഡ് ലൈക്ക് ടു സുഖിക്കാൻ ചികിത്സ കിട്ടൂലേ ഇവിടെ? സോറി,
സുഖിക്കാനല്ല, സുഖചികിത്സ. That's it. തീർച്ചയായും സുഖചികിത്സയുണ്ട്. ആക്ച്വലി ഞങ്ങള് ബുക്ക് ചെയ്തിരുന്നു. പേര് My name is Manmu. മന്മു. Yeah, Manmu. That's me. Manmu. Nice place, yeah? Very beautiful. ഇതിൽ മന്മു എന്ന പേരില്ല. Oh, sorry. Not Manmu. Manmathan. Yeah. Oh, that's it. Really sorry. That's Manmathan. My pet name is Manmu. Manmathan K. Purinchu is my real name. Manmathan K. Purinchu. What's your name? What's your good name? മണ്ടോദരി. Mantotari. Oh, that's an old name. See, I'll call you Mantu. Okay. How much you earn from here? Hi. Your name is nice, Mantotari. That's good name. മന്മഥൻ. കർക്കിടക ചികിത്സക്കായിട്ട്. അതെ. Yes, that's Karkodaga Chikilsa. That's it. കർക്കിടക ചികിത്സ. Karkodaga? No, it's not important thing. അപ്പം നമുക്ക് ഗുരുക്കളുടെ അടുത്തേക്ക് പോകാം. ഇതാണ് ശ്വസനക്രിയ. ഒരു മൂക്കിലൂടെ ശ്വാസം മേലോട്ട് എടുക്കുക, അടുത്ത മൂക്കിലൂടെ അത് സാവധാനം വിടുക. വലത്തെ മൂക്ക് എടുത്തോളൂ ആദ്യം. വലത്തെ മൂക്ക് ഏതാ? ഇത്. അതൊരു തീരുമാനമാവട്ടെ. ഇത് അല്ലേ? അത് പൊത്തിപ്പിടിച്ചാൽ അതിലൂടെ ശ്വാസം മേപ്പെട്ട് വരുമോ? ഇല്ല. അപ്പൊ എന്ത് വേണം? ഇത് കുത്തണം, മറ്റേ വലിക്കണം. മറ്റടുത്ത് പൊത്തുവോ? മറ്റെടുത്ത് കുത്തണം അല്ലേ? ഇനി വലിക്കൂ. വലിക്കേ. Hi, Guru. Hello. നമസ്കാരം ഗുരു. Guru. ഇദ്ദേഹമാണ് ശ്രീമാൻ മന്മഥൻ. Hi. കർക്കിടക ചികിത്സയ്ക്കായി മുൻകൂർ നിശ്ചയിച്ചിരുന്നു. പേര് മന്മഥൻ. Yeah, Manmathan K. Purinchu. നമസ്കാരം. വൈഫാണ്. ശരി. എന്താ ഇപ്പൊ പ്രധാനമായിട്ട്? ആക്ച്വലി ഞങ്ങളിപ്പോ ലണ്ടനിൽ നിന്ന് വെക്കേഷന് വന്നതാ. തുറന്നു പറയുകയാണെങ്കിൽ മന്മു ഭക്ഷണം അങ്ങ് വല്ലാതെ കഴിക്കും, ഒന്നും നോക്കില്ല, ഒന്നിലൊരു ഉത്സാഹം ഇല്ല. എനിക്ക് ഈ ജോലി തിരക്കുള്ളത് കാരണം. മണ്ടത്തരം പറയരുതേ. ഫുഡ് കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഉത്സാഹമല്ലേ. ഇപ്പൊ കണ്ടാലറിയാം, മന്മു അങ്ങോട്ട് വല്ലാതെ ഭക്ഷണം കഴിച്ച് വയറൊക്കെ ചാടി അങ്ങ് ഷേപ്പ്ലെസ് ആയിപ്പോയി. എനിക്കിപ്പോ ചേരുന്നില്ല. അപ്പൊ എനിക്ക് ചേരുന്ന ഒരാളാക്കി. ശരി. ഹലോ. ഹലോ. ദുർമേധസ എല്ലാം കുറയ്ക്കാം. അപ്പോ ഇത് കുറയുന്നുള്ളത് ഗ്യാരണ്ടി ആണല്ലോ. പിന്നെന്താ കുറയും? നമുക്കൊരു എത്ര ദിവസം വെക്കാം? നമ്മളൊരു 1.5 months ഉണ്ടാവും ഇവിടെ. ഒരു 40 ദിവസം നമുക്ക് ഒഴിയാം. ഓ, ബാക്കി ചികിത്സാ രീതികളൊക്കെ ഗുരു പറഞ്ഞു തരും. ഓ, ഗുരുവേ നമസ്കാരം. ബൈ മാട്ടു. ബൈ. അപ്പൊ വരൂ, നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ആശുപത്രിയുടെ ചിട്ടവട്ടങ്ങളൊക്കെ ഒന്ന് നടന്ന് പരിചയപ്പെടാതെ. ഈ കർക്കിടക ചികിത്സ എന്നുള്ളത് കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടുക. അതായത് ഈ ആയുർവേദം എന്ന് പറയുന്നത് തന്നെ ആയുസ്സിന്റെ വേദം എന്നാ. അതായത് അറിഞ്ഞ് ചികിത്സിച്ചാൽ ഫലം ഉറപ്പാണ് എന്നർത്ഥം. അപ്പൊ അറിഞ്ഞില്ലെങ്കിൽ കുഴപ്പമുണ്ടോ? എനിക്കറിയില്ല ആയുർവേദം. ഗുരു, ഞങ്ങള് ലണ്ടൻ മലയാളീസിന്റെ ഇടയ്ക്ക് ഇപ്പൊ ഇതാണ് ഒരു ട്രെൻഡ്. ഇതേപോലെ വെക്കേഷന് അവര് നാട്ടിൽ വരിക, ഏതെങ്കിലും ഇതേപോലെയുള്ള ആയുർവേദ കേന്ദ്രങ്ങളിൽ പോയിട്ട് ഈ ഇതേപോലെ ഇപ്പൊ സ്വാമി പറഞ്ഞ പോലെ സുഖചികിത്സ ചെയ്യുക, അതിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ വന്ന് ക്ലബുകളിൽ പൊങ്ങച്ചടിക്കുക. അപ്പോ അന്ന് മുതൽ ഞാൻ മനസ്സിൽ കരുതുന്നതാണ് ഈ മന്മൂനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടിട്ട് ഇതുപോലെ ചെയ്യണമെന്ന്. ഇവിടുത്തെ ഒരു ചികിത്സാ രീതി എങ്ങനെയാ? അതിപ്പോ നമുക്ക് ആദ്യം ഇപ്പൊ എന്താ വേണ്ടത് വെച്ചാൽ ആദ്യം വസ്തിയാണ് വേണ്ടത്. അതായത് വയറിളക്കണം. ആരെ വയറ്? ആർക്കാ ചികിത്സ? എനിക്കല്ലേ? അല്ലേ?
പിന്നെ ഞാൻ ഇളക്കിയാൽ മതിയോ? അത് പറ്റില്ല. അപ്പൊ ഇത് ഇളക്കി മാറ്റും. അതെ അതെ അതെ. ഫീസിന്റെ കാര്യം ഫീസ് ഒന്നുമില്ല. അത് നിങ്ങളൊരു കാര്യം ചെയ്യാം, അവിടെ റിസപ്ഷനിൽ ചെന്ന് പേരൊന്നൊക്കെ രജിസ്റ്റർ ചെയ്തോളൂ. നമുക്ക് ഇന്നലെ തുടങ്ങുകയല്ലേ? ഓ യാ ഇന്ന് തന്നെ തുടങ്ങണം. നമുക്ക് ഇന്നലെ സ്റ്റാർട്ട് ചെയ്യാം. എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടിയില്ല, എനിക്ക് ആ പഴയ ചുറുചുറുക്കുള്ള മന്മൂനെ തിരിച്ചു തരണം. ഞാൻ ഏറ്റു. വാട്ട് ഷാമു കൂടി ഇവിടെ നിൽക്കോ? നോ ഡോണ്ട് ബി സില്ലി. ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ നിന്നിട്ടില്ല, അതുകൊണ്ടാ. ഞങ്ങൾ എല്ലാരും ഉണ്ടല്ലോ. പക്ഷെ ഷാമു ഇല്ലല്ലോ. 41 ദിവസം കഴിയുമ്പോ ഞാൻ ഇങ്ങ വരില്ലേ? 41 days. യാ നീ ഇല്ലാതെ എങ്ങനെ ഷാമു ഞാൻ? ഭൂതം പോയി, വൈഫ് പോയി, ഷാമു പോയി. Every night in my dream I feel you, Madhu, Madhu. Na 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 na. നമസ്കാരം സർ. ഹായ്. തിരുമൽ ചികിത്സയ്ക്കുള്ള സമയമായി. സാർ തയ്യാറായില്ലേ? പിന്നെ ഈ തിരുമുമ്പോ എന്നെ മെല്ലെ തിരുമണം. എനിക്ക് ചില സ്ഥലത്തേക്ക് ഇക്കിളി വരാറുണ്ട്. അതെ, തുടങ്ങാം, തിരുമ്മി തുടങ്ങാം. ഞാൻ റെഡിയാ. സാർ എന്നാ അങ്ങോട്ട് പോവാം. എവിടെ? തിരുമന്ന തിരുമാൻ ഇവിടെ അല്ല. വരൂ സർ, വരൂ. Oh my God. 41 days package 82 days package ആക്കേണ്ടി വരും. ഇത് കഴിയാറായോ? എത്ര സമയമായി? 45 മിനിറ്റ് ആയി. ഒരു 10 മിനിറ്റ് കൂടെ കിടക്കാം കേട്ടോ. 10 മിനിറ്റ് കൂടെ കിടക്കാം. ഒരു ബീഡി കിട്ടുവാ? ബീഡി വേണമെന്ന്? ഈ ചൂടുണ്ടല്ലോ, ഇപ്പോഴുള്ള ചൂട്, അത് ഞാൻ കുറച്ചുകൂടെ കൂട്ടട്ടെ? അയ്യോ വേണ്ട. എന്താ? അത് വേണ്ട, ചത്തു പോകും. അപ്പൊ ബീഡി വേണോ? എന്നാ വേണ്ട. വയസ്സായ കാലത്ത് ഒഴിച്ചെല്ലാം വന്നാണ്. ഗുരുവേ നമസ്കാരം. അദ്ദേഹം തയ്യാറായി കഴിഞ്ഞു. Who are these fellows? Who are this? ഇവരൊക്കെ ആരാ? ഗുരു എന്തിനാ? ഗുരു Where are you going, Mandu? വരൂ വരൂ ഇങ്ങോട്ട് വരൂ. Where are you going? ഹലോ, Hey, ഇങ്ങോട്ട് വരൂ. Mandu is massaging me. വരൂ. Call her. ഇങ്ങോട്ട് കം. What is this? Swami. Hey, what is this, Swami? സത്യം എന്നൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുക. Hey, Mandu. Hey, no. What is this? Hey, this is cheating. ഷീറ്റിംഗ് അല്ല, തിരുമ്. Mandu is doing the massage. മണ്ടൊന്നല്ല, ഇവിടെ തിരുമ്പടതേ ഞമ്മളൊക്കെയാണ്. ഇതൊക്കെ പോണം. But please call Mandu. Hey. See, what is this? No. Yes, Mandu. ബനി ഒരു Hey, no. ബനി ഒരു കൈ Hey, what is this? അടങ്ങി കിടക്കവിടെ. അടങ്ങി കിടക്ക മനുഷ്യങ്ങളവിടെ കമ്പി കിടത്തത്. No, please. No. Hey, what is this? What are you doing? Hey, no. ആ കാല് അടങ്ങി കിടക്ക മനുഷ്യവിടെ. അടങ്ങി കിടക്ക. ഒന്നുമില്ല.
റിലാക്സ്. ഇത് വന്നപ്പോ വളരെ നേരമായി ക്ഷമിക്കണേ. ഒന്നുമില്ല. ഇങ്ങനൊരു ബോഡി ഈ അടുത്ത കാലത്തൊന്നും ഞാൻ തിരിപ്പില്ല. ഇങ്ങനൊരു ബോഡി തിമിംഗലം പോലെ. മറിമായം.